സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജയ് ഘോഷ് എഴുതിയ നിലാവ് മാത്രമല്ല. ഗാഥ നനച്ചിരിക്കാത്ത നിമിഷത്തിൽ പെട്ടെന്ന് കിരൺ അവളെയും കൊണ്ട് മെത്തയിലേക്ക് മറിഞ്ഞു. സിഗരറ്റ് കറ പിടിച്ച ചുരുണ്ടുകൾ തൻ്റെ മുഖം മലിനപ്പെടുത്തുന്നത് ശ്വാസമുട്ടലോടെ ഗാഥ അറിഞ്ഞു. അല്പനേരത്തെ നായാട്ടിന് ശേഷം അവളെ തനിച്ചാക്കി അയാൾ ഉറക്കത്തിലേക്ക് പോയി. തൻ്റെ ഉടലിനോടൊട്ടിച്ചേർന്നാണ് കിടക്കുന്നതെങ്കിലും ആ പുരുഷൻ്റെ രൂപത്തിനുള്ള മനസ്സ് വളരെ വളരെ ദൂരത്താണെന്ന് അവൾക്ക് തോന്നി. സ്നേഹശൂന്യമാണെന്നും. എവിടെയായിരുന്നു നീ? മരുഭൂമിയിൽ അലഞ്ഞു നടന്ന് മടങ്ങിയെത്തിയവനെപ്പോലെ മുമ്പിൽ നിൽക്കുന്ന അനിയനെ നോക്കി സുജാത ചോദിച്ചു. ഗൗതം രാഘവൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. കുട്ടികളെവിടെ? വിളിക്ക്. സോഫയിൽ ചാരിയിരുന്ന് ബ്രീഫ് കേസ് തുറന്ന് അയാൾ ബിസ്ക്കറ്റിൻ്റെ 2 പാക്കറ്റുകൾ പുറത്തെടുത്തു. വിളിച്ചാൽ കേൾക്കില്ല, അവർ സ്കൂളിലാ. ഓ, ഇന്ന് ഞായറാഴ്ചയാണെന്ന് ഞാൻ കരുതി. അതുപോലും ശ്രദ്ധിക്കാതായി അല്ലേ? നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ. എന്താ, നേരത്തിന് ആഹാരമൊന്നുമില്ലേ? ഗൗതം ചിരിച്ചു. എന്തിനും ഒരു ചിരി, മറുപടി പറയാതിരിക്കാനുള്ള വിദ്യ അല്ലേ? രഘുവേട്ടനും ഓഫീസിലായിരിക്കുമല്ലോ. ശരിക്കും ഇന്നത്തെ ആഴ്ച ഏതാണ് ചേച്ചി? ബുധനാഴ്ച. അയാളുടെ കുഴഞ്ഞു മറിഞ്ഞ മുടിയിൽ തലോടി സുജാത ചോദിച്ചു. ഇതെന്ത് കോലമാ ഗൗതം? മുടി വെട്ടാതെ താടിയും വളർത്തി എന്തിനാ നീ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത്? രഘുവേട്ടൻ ഇന്നലെയും നിന്നെപ്പറ്റി ചോദിച്ചു. എവിടെയാ, എങ്ങനെയാ, വല്ല വിവരവുമുണ്ടോ എന്ന്. കഴിക്കാൻ എന്തെങ്കിലും വേണം, വിശപ്പുണ്ട്. ഗൗതം രാഘവൻ പണ്ടത്തെ കുട്ടിയെപ്പോലെ സുജാതയെ നോക്കി പറഞ്ഞു. ഇനി നീ എങ്ങും പോവണ്ട, ഇവിടെ ഉണ്ടാവണം. മതി ലോകം ചുറ്റൽ. ഗൗതം ചോറ് തിന്നുകൊണ്ടിരിക്കെ സുജാത പറഞ്ഞു. കേൾക്കുന്നുണ്ടോ നീ? നല്ല പുളിശ്ശേരി. പണ്ട് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചേച്ചി വിളമ്പിയ അതേ പുളിശ്ശേരി. പുളിശ്ശേരിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യനായാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണം. നല്ലൊരു ജോലി ഉണ്ടായിരുന്നത് രാജിവെച്ച് കഥ എഴുതാൻ ഇറങ്ങി. എന്നിട്ട് കഥ എഴുതുന്നുണ്ടോ? അതുമില്ല. എത്ര നാളായി നീ ഒരക്ഷരമെങ്കിലും എഴുതിയിട്ട്? അതോ കഥയൊക്കെ തീർന്നോ? എങ്കിൽ എന്നെപ്പറ്റി എഴുതിക്കോ. ഗൗതം രാഘവൻ ചിരിച്ചുപോയി. ചിരിച്ച് ചോറ് നെറുകയിൽ കയറി ചുമച്ചു. കണ്ണിൽ നിന്നും വെള്ളം വന്നു. സുജാത വേഗം അയാളുടെ നെറുകയിൽ കൊട്ടി. ചുമ മെല്ലെ നിന്നു. ചേച്ചി ഓരോ തമാശ പറഞ്ഞ് ചിരിപ്പിക്കല്ലേ. നിനക്കിപ്പോഴും ചിരിക്കാൻ കഴിയുന്നല്ലോ എന്നാണ് എൻ്റെ അത്ഭുതം. സങ്കടപ്പെടാനുള്ള കാര്യങ്ങളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ടും നമ്മളെക്കാൾ ദുഃഖിക്കുന്ന എത്രയോ പേർ ചുറ്റുമുണ്ട്. മറ്റുള്ളവരെ പോലെയൊന്നും തൽക്കാലം ഞാൻ ആലോചിക്കുന്നില്ല. എൻ്റെ അനിയൻ്റെ ജീവിതം, ഭാവി, അതുമാത്രമാണ് എൻ്റെ ചിന്ത. എന്തൊരു വിദ്യ ഗൗതം നിൻ്റേത്. എല്ലാം സ്വയം വരുത്തി വെച്ചു. ഇല്ല ചേച്ചി, ഗൗതമൻ ഓർത്തു. ജീവിതത്തിൽ ഒന്നും നാം സ്വയം വരുത്തി വയ്ക്കുന്നില്ല. ഓരോന്നായി നമ്മിലേക്ക് വന്നു ചേരുകയാണ്. എത്ര ഒഴിഞ്ഞു മാറി നടന്നാലും ഏത് ഒളിത്താളത്തിൽ ഒളിച്ചാലും അവ നമ്മെ തേടി വരും. പരീക്ഷത്തിന് തക്ഷകൻ തേടി പിടിച്ചതുപോലെ മഞ്ജുവിൻ്റെ കാര്യമാണ് സൂചിപ്പിച്ചതെങ്കിൽ അതും സ്വയം വരുമായിരുന്നില്ല. മനസ്സിൽ ഗുഹാമുഖൻ്റെ കഥാബീജവുമായി മൂകാംബികയിലെത്തിയതും അവിടെ അച്ഛനമ്മമാരോടൊത്ത് തൊടാനെത്തിയ അവളെ കാണാനിടയായതും ആ പരിചയം വളർന്നതും അവൾ വിവാഹാഭ്യർത്ഥന നടത്തിയതും അത് വിവാഹത്തിലെത്തിയതും അത് ദുരന്തമായതുമെല്ലാം മുൻകൂട്ടി എഴുതപ്പെട്ടിരുന്നു. സാരമില്ല ചേച്ചി, വിധിയാണെന്നറിയാം. ഗൗതം പറഞ്ഞു. സുജാതയ്ക്ക് ദേഷ്യം വന്നു. വിധി, എല്ലാം വിധി. അവൾ കടുത്ത സംശയരോഗിയാണെന്നറിഞ്ഞിട്ടും ഉപേക്ഷിക്കാത്തത്, ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പോഴും കൂട്ടാക്കാത്തത് വിധിയാണ് അല്ലേ? അതെ, ആരും അതിൽ തെറ്റുകാരല്ല. ഇതെന്തുമാതിരി തത്വചിന്തയാ ഗൗതം? തത്വചിന്തയല്ല, മണ്ടത്തരമാണിത്. കുടുംബമില്ല, മനസ്സുഖമില്ല. എത്ര നാളായടാ ഇങ്ങനെ? നിന്നെ ഓർത്ത് ഞങ്ങൾ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? ഒന്നും നമ്മുടെ ചൊൽപ്പടിയല്ലല്ലോ ചേച്ചി. ഞാൻ ജീവിക്കുന്നു എന്ന് കരുതുന്ന ഈ ജീവിതവും ഏതു നിമിഷവും എത്താവുന്ന മരണവും ഒന്നും മനസ്സിലാകുന്നില്ല എനിക്ക് നിന്റെ വർത്തമാനം. ഗൗതം എഴുന്നേറ്റ് കൈ കഴുകി പുറത്തേക്ക് പോന്നു. പാത്രങ്ങൾ കഴുകി വെച്ച് സുജാതയും പിന്നാലെ വന്നു. നല്ല ക്ഷീണമുണ്ട് നിനക്ക്, കുറച്ചു നേരം കിടന്നോ. സുജാത അകത്തുപോയി കിടക്ക തട്ടിക്കുടഞ്ഞ് പുതിയ ഷീറ്റ് വിരിച്ചു. കട്ടിലിനടുത്തുള്ള ജനാല മലർക്കെ തുറന്നിട്ടു. മുറിയിൽ തനിച്ചായപ്പോൾ സുജാതയുടെ വാക്കുകൾ ഓർമ്മിച്ചു. ശരിയാണ്, ഗുഹാമുഖത്തിന് ശേഷം വർഷങ്ങൾ 5 കടന്നു പോയിരിക്കുന്നു. അടുത്തൊരു സൃഷ്ടിയുടെ വിത്ത് മുളപൊട്ടിയിരുന്നത് ഒരേ ഒരു അധ്യായത്തിൽ ബാലമരണം നേരിട്ട് പെട്ടിയിലുണ്ട്. CK തന്ന ചെക്ക് കാലാവധി കഴിഞ്ഞ് അതിനൊപ്പം ഉറങ്ങുന്നു. ആ നോവലിന് ഇനി തുടർച്ചയുണ്ടാവുമെന്ന് തോന്നുന്നില്ല. കണ്ണുകൾ മുറിഞ്ഞുപോയി. എഴുത്തുകാരൻ്റെ ഉള്ളിലെ സംഘർഷങ്ങളുടെ പുറത്തേക്കുള്ള ഒഴുക്കാണ് എഴുത്ത്.
അതവൻ്റെ പ്രാർത്ഥനയും തീർത്ഥയാത്രയും ക്ഷേത്രവുമാണ്. അറിയാതെയല്ല. ശിരസിൻ്റെ ഉള്ളറകൾ നിറഞ്ഞ് വിങ്ങുന്നതൊക്കെയും അക്ഷരങ്ങളുടെ അത്താണിയിലേക്ക് ഇറക്കി വയ്ക്കാൻ മോഹമില്ലാഞ്ഞുമല്ല. പക്ഷേ ഗൗതം രാഘവൻ തുറന്നിട്ട ജനാലയിലൂടെ നോക്കി. അയാളുടെ മനസ്സുകൾ കൊണ്ടതുപോലെ പാടത്തു നിന്ന് കാറ്റ് വന്നു. തെങ്ങിൻ തോപ്പിലെവിടെയോ നിഴലിൽ തണുപ്പിൽ പശുക്കൾ വിശ്രമിക്കുന്നുണ്ടാവുമെന്ന് അയാൾ സങ്കല്പിച്ചു. പിന്നെ ആ സങ്കല്പത്തിൻ്റെ വിരൽത്തുമ്പ് പിടിച്ച് മെല്ലെ ഉറക്കത്തിലേക്കൊഴുകി. കുട്ടികളുടെ ശബ്ദമാണ് ഉണർത്തിയത്. കണ്ണ് തുറക്കുമ്പോൾ മനുവും മിനുക്കുട്ടിയും കട്ടിലിൽ തൊട്ടടുത്തിരിപ്പുണ്ട്. വിസ്മയവും സന്തോഷവും നിറഞ്ഞ നോട്ടത്തോടെ എപ്പോൾ വന്നെന്ന് ചോദിച്ചു. ചോദ്യങ്ങൾക്കെല്ലാം ഗൗതം മറുപടി പറഞ്ഞു. പിന്നെ പെട്ടിയിൽ നിന്ന് ബിസ്ക്കറ്റും ചിത്രപുസ്തകങ്ങളും എടുത്ത് രണ്ടുപേർക്കും കൊടുത്തു. വൈകിട്ട് കുട്ടികളുമൊത്ത് പാടത്തും തെങ്ങിൻ തോപ്പിലുമൊക്കെ ചുറ്റിത്തിരിഞ്ഞെത്തുമ്പോൾ ഇറയത്ത് രഘുനാഥൻ നിൽപ്പുണ്ട്. മുഖത്ത് സ്നേഹത്തിൽ പൊതിഞ്ഞ ദേഷ്യം. എൻ്റെ ഉപദേശം നിനക്ക് പ്രധാനമല്ലെന്നറിയാം. എന്നാലും പറയുകയാ, ചെയ്യേണ്ടത് ചെയ്യാതെ കഥയും കവിതയും എഴുതി ഇനിയും ജീവിതമില്ലാതാക്കരുത്. സമയത്തിൻ്റെ വിലയറിയണം. വൈകും തോറും കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞു മറിയും. ഞാൻ സൂചിപ്പിച്ചത് ഗൗതമിന് മനസ്സിലായി കാണും. മനസ്സിലായി എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ഇത്രയും കാലം പോയി. ഇനി അങ്ങനെ വേണ്ട. നാളെ തന്നെ പ്രഭാകരൻ വക്കീലുമായി സംസാരിച്ച് ഡിവോഴ്സിനുള്ള നടപടികൾ തുടങ്ങാം. എന്താ? എതിര് പറഞ്ഞാൽ അലോസരമാകുമെന്ന് ഗൗതമിന് ഉറപ്പുണ്ടായിരുന്നു. അനുകൂലിച്ചാൽ അടുത്ത പ്രഭാതത്തിൽ തന്നെ വക്കീലിനെ കാണേണ്ടി വരും. രണ്ടിനുമിടയിലുള്ള മൗനവും നല്ലതല്ല. തൻ്റെ പ്രതികരണം കാത്തു നിൽപ്പാണ് രഘുവേട്ടൻ. എന്താ ഒരാലോചന? അങ്ങനെ ചെയ്തൂടെ? ഞാൻ പറയാം. എപ്പോ? അടുത്ത ദേശാടനം കഴിഞ്ഞെത്തുമ്പോഴോ? എനിക്ക് അല്പം സമയം വേണം. ഈ കഴിഞ്ഞ 3-4 കൊല്ലം പോരെ? എന്താ ഗൗതം നിൻ്റെ ഉദ്ദേശം? ഇപ്പോൾ സുജാത ഇടപെട്ടു. വെറുതെ ഒരുപാട് ആലോചിച്ച് സമയം കളയല്ലേ ഗൗതം. എത്രയും വേഗം ഈ കുരുക്കിന് തലയുരണം നീ. എന്നിട്ട് പുതിയൊരു ജീവിതം ഉണ്ടാവണം. നീ ഒന്ന് സമ്മതം മൂളിയാൽ കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് അത് നടക്കും. രഘുനാഥനും സുജാതയും പ്രതീക്ഷയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ പറയാം. ഇനിയൊരു സംഭാഷണത്തിനിട കൊടുക്കാതെ ഗൗതം രാഘവൻ അകത്തേക്ക് നടന്നു. അടുത്ത പുലർച്ചെ പെട്ടിയും തൂക്കി അയാൾ പടിയിറങ്ങുകയും ചെയ്തു. 2 ആണുങ്ങൾ മാത്രം താമസിച്ച വീട്. അതിൻ്റെ കുറവുകളും ക്രമക്കേടുകളും അവിടെ ഉണ്ടാവും. കിരൺ മുൻകൂട്ടി പറഞ്ഞതനുസരിച്ച് ഒരു പണിക്കാരനെ കൊണ്ട് വീടാകെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിച്ചു. അത്യാവശ്യം പാത്രങ്ങൾ, പുതിയൊരു ഡബിൾ കോട്ട്, മറ്റ് ഫർണിച്ചർ, അങ്ങനെ വീടിന് വേണ്ടതെല്ലാം ആയതോടെ വാടക വീടിന് പുതിയൊരു മുഖം വന്നു. അലമാരയ്ക്കുള്ളിലും മേശയിലും കീഴിലും കിടന്ന ഒഴിഞ്ഞ കുപ്പികൾ കൂടി അപ്രത്യക്ഷമായപ്പോൾ വീട് മാന്യമായി, കുടുംബത്തിന് ചേർന്നതായി. എല്ലാം ഭംഗിയാക്കിയ വിവരം കിരണിനെ വിളിച്ചറിയിച്ച ശേഷം ലോഡ്ജിലെ തൻ്റെ മുറിയിലേക്ക് മടങ്ങുമ്പോൾ സുരാജ് പ്രതീക്ഷിച്ചു. ഇത് കിരൺ സാറിൻ്റെ ജീവിതത്തിലെ പുതിയ ഘട്ടമാണ്. പൊടിയും മാറാലയും തുടച്ച് നീക്കിയ വീട് പോലെ സാറിൻ്റെ കുടുംബജീവിതവും ശുഭ്രസുന്ദരമാകട്ടെ. നാട്ടിൽ നിന്ന് കിരണും ഗാദിയും ഇടപ്പള്ളിയിലെത്തിയ ദിവസം സഹായത്തിനായി സൂരജ് ഹാജരായിരുന്നു. ഗാദിയെ കണ്ടതും അന്ന് വിവാഹപ്പന്തലിൽ വെച്ച് കണ്ടപ്പോഴുണ്ടായ അതേ വിചാരം ഇപ്പോഴും അയാളുടെ മനസ്സിലുണ്ടായി. എത്ര ഐശ്വര്യമുള്ള ഭാര്യ! ഇവർ കിരൺ സാറിൻ്റെ വിധി മാറ്റി എഴുതും. അവിശുദ്ധമായ പതിവുകൾ തിരുത്തപ്പെടും. അരൂരിലെ അരുണിൻ്റെ വീട്ടിലേക്ക് സാറിൻ്റെ ബൈക്കിൻ്റെ ചക്രങ്ങൾ ഇനി സഞ്ചരിക്കില്ല. വീട് ഗാഥയ്ക്ക് ഇഷ്ടമായി. പ്രധാന പാതയുടെ തിരക്കും ശബ്ദകോലാഹലങ്ങളും മലിനമാക്കാത്ത ഒതുങ്ങിയൊരിടം, ധാരാളം മരങ്ങളുള്ള വിശാലമായ പറമ്പ്, പക്ഷികളുടെ ശബ്ദം. ഇത്രയും നാൾ ജീവിച്ചിരുന്ന ഹോസ്റ്റലിലെ അന്തരീക്ഷം ഗാഥ ഓർത്തുപോയി. ഇലകളുടെ പച്ചപ്പില്ലാത്ത, കാറ്റും കിളികളുമില്ലാത്ത, നോട്ടപ്പാടിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമുള്ള നഗരമുഖം. ജനാല തുറന്നാലും അടച്ചാലും ഉഷ്ണം, ചെവി തുളയ്ക്കുന്ന കാറ്റിൻ്റെയും ബസ്സിൻ്റെയും അലർച്ച, പ്രാണനു വേണ്ടി ആസ്പത്രിയിലേക്ക് രാപ്പകലില്ലാതെ പായുന്ന ആംബുലൻസിൻ്റെ ഭീതിതമായ നിലവിളി. ഇവിടെ അതൊന്നുമില്ല. സർവം ശാന്തം. മരങ്ങൾക്കിടയിലൂടെ 1-2 അയൽവീടുകൾ ഗാഥ കണ്ടു. പക്ഷേ വീടെത്തിയതും കിരണിൻ്റെ ആദ്യ നിർദ്ദേശം ഇതായിരുന്നു: അവരുമായിട്ടൊന്നും അത്ര കോണ്ടാക്റ്റ് വേണ്ട. അതെന്താ? അയൽക്കാർ എന്നും ശല്യമാണ്. തൊഴിലില്ലാ പടകൾ. ഒന്ന് ചിരിച്ചു കാണിച്ചാൽ ആ നിമിഷം മുതൽ കയറിയിറങ്ങി തുടങ്ങും. ആവശ്യമില്ലാത്ത അന്വേഷണങ്ങളും കുശലങ്ങളുമായിട്ട്. അതുകൊണ്ട് ആ വർഗത്തെ ദൂരെ നിർത്തുക. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നോട് പറഞ്ഞോ, ഞാൻ നടത്തിത്തരും. പറ്റുന്നതാണെങ്കിൽ. അതിഥികൾ എനിക്ക് താല്പര്യമില്ലാത്ത ഗ്രൂപ്പാണ്. വിചിത്രമായി തോന്നി ഗാഥയ്ക്ക് പ്രതികരണം. തുടർന്നൊന്നും അതേപ്പറ്റി അവൾ ചോദിച്ചില്ല. മുറ്റത്തരികത്തായി റോസും കോഴിവാനിലുമൊക്കെ വാടിക്കരിഞ്ഞു നിൽക്കുന്നു.
നിങ്ങൾ രണ്ടാളും ഈ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ഏത് ഭാഗത്തേക്ക്? ഈ ചെടികൾ നിൽക്കുന്നിടത്തേക്ക്. കണ്ടില്ലേ, ആകെ കരിഞ്ഞുപോയി. ചെടികളും ഞാനുമായി ഒരു ബന്ധവുമില്ല. നിസ്സാര കാര്യം എന്നൊരു മുഖഭാവത്തോടെ കിരൺ അകത്തേക്ക് കയറിപ്പോയി. ഗാഥ അച്ഛനെ ഓർത്തു. ചെടികളെ മക്കളെപ്പോലെ കരുതിയ മനുഷ്യൻ. പുറത്തെവിടെയെങ്കിലും യാത്ര പോയി വരുമ്പോൾ ഏതെങ്കിലും പുതിയൊരിനത്തിൻ്റെ തയ്യോ കമ്പോ ബാഗിലുണ്ടാവും. അത് കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പതിവായി വെള്ളമൊഴിക്കേണ്ട ജോലി തനിക്കാണ്. ഗിരിജ ചേച്ചി മുങ്ങിക്കളയും. പക്ഷേ പൂക്കളായി കഴിഞ്ഞാൽ റോസാപ്പൂവായാലും ചെമ്പകപ്പൂവായാലും പറിച്ച് തലയിൽ ഫിറ്റ് ചെയ്യാൻ ആൾ മുമ്പിലുണ്ടാവുകയും ചെയ്യും. ചെടികളിലേക്ക് ഒന്നുകൂടി നോക്കിയിട്ട് ഗാഥ അകത്തേക്ക് നീങ്ങി. വീട്ടിൽ സൂരാജ് ചെയ്ത ക്രമീകരണങ്ങൾക്ക് അവൾ തൻ്റേതായ ചില മാറ്റങ്ങൾ വരുത്തി. ഡൈനിങ് ടേബിളിൻ്റെയും സിറ്റ് ഔട്ടിലെ സോഫയുടെയും സ്ഥാനം കൂടുതൽ വെളിച്ചവും കാറ്റും കിട്ടാവുന്നിടത്തേക്കാക്കി. ജനൽ കർട്ടൻ്റെ നിറം കണ്ണിലിടിക്കുന്നത്ര കടുപ്പമുള്ളതായിരുന്നു. തെലുങ്ക് സിനിമയിലെ നടീനടന്മാരുടെ വേഷം പോലെ 2 പുരുഷന്മാർ മാത്രമല്ലേ താമസിച്ചിരുന്നത്. കർട്ടൻ്റെ നിറം എങ്ങനെയായാലെന്ത്, പകരം ഇളം നിറമുള്ളവ തയ്ച്ചിടണമെന്ന് ഗാഥ ഓർത്തു. സ്റ്റോർ മുറി പരിഷ്കരിക്കുന്ന സമയത്താണ് കബോർഡിനുള്ളിൽ അവളത് കണ്ടത്. ജോലിക്കാരൻ എടുത്തു കളയാൻ മറന്നുപോയത്, സുരാജിൻ്റെ നോട്ടമെത്താതെ പോയത്, ബാച്ചിലർ ജീവിതത്തിൻ്റെ 4 ശേഷിപ്പുകൾ. ഒഴിഞ്ഞ മദ്യക്കുപ്പികളുമായി ഗാഥ ഡൈനിങ് റൂമിലേക്ക് ചെന്നപ്പോൾ ഇതേ വന്ന കിരൺ ചോദിച്ചു, ഇതെവിടുന്ന് കിട്ടി? സ്റ്റോർ റൂമിൽ നിന്ന്. എല്ലാം ക്ലീനാക്കിയിട്ട് പറഞ്ഞിട്ട് ഇനിയുണ്ടോ? ആ, അടുക്കളവാതിൽ വഴി തെക്കോട്ടെറിഞ്ഞേക്ക്, അവിടെ ഒരു കുഴിയുണ്ടാവും. ഗാഥ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. എന്താ ഒരു വല്ലായ്മ? കഴിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഗാഥ കുപ്പികളുമായി പിൻമുറ്റത്തേക്കിറങ്ങി. തെക്ക് ഭാഗത്തായി മുരടിച്ചു പോയൊരു തെങ്ങിൻ തൈ അവൾ കണ്ടു. പാതിയും നിന്നകന്നുപോയ തെങ്ങിൻ കുഴി. അതിൽ തലങ്ങും വിലങ്ങും കിടക്കുന്ന വേറെയും അസംഖ്യം കുപ്പികൾ. കയ്യിലുള്ളവ ആ സംഘത്തിലേക്ക് എറിഞ്ഞു തിരിഞ്ഞപ്പോൾ അടുക്കളവാതിക്കൽ തന്നെ നിരീക്ഷിച്ചു നിൽക്കുന്ന കിരണിനെ അവൾ കണ്ടു. ഞായറാഴ്ച ലീവ് തീരുന്നതിൻ്റെ തലേന്ന് മുറ്റത്ത് ഹോസ് ഉപയോഗിച്ച് കാർ കഴുകിയാണ് കിരൺ. അയാൾ ഒരു ചായ ആവശ്യപ്പെട്ടിരുന്നു. അതുമായി വന്ന ഗാഥയോട് കിരൺ ചോദിച്ചു, നാളെ എങ്ങനെയാ ജോലിക്ക് പോക്ക്? ചോദ്യത്തിൻ്റെ അർത്ഥം ഗാഥയ്ക്ക് മനസ്സിലായില്ല. ഹോസ്റ്റലിൽ നിന്ന് എങ്ങനെയായിരുന്നു പോയിരുന്നത്? ബസ്സിലോ ഓട്ടോയിലോ? ബസ്സിൽ. ലേറ്റായാൽ മാത്രം ഓട്ടോയിൽ. ഞാൻ ലോങ് ട്രിപ്പുകൾക്ക് മാത്രമേ കാർ എടുക്കൂ. അല്ലാത്തപ്പോഴൊക്കെ ബൈക്ക് തന്നെ. ഗാഥയ്ക്ക് കിരണിൻ്റെ സംസാരഗതി ഏതാണ്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു. വിശദീകരണം ഒഴിവാക്കാനായി അവൾ പറഞ്ഞു, ബൈക്കിൽ കൊണ്ടുവിട്ടാൽ മതി. അതാണ് പറഞ്ഞു വന്നത്. മെട്രോയുടെ പണി തുടങ്ങിയ ശേഷം ആയുസിൻ്റെ മുക്കാലും പോകുന്നത് ട്രാഫിക് ബ്ലോക്കിലാണ്. വിശേഷിച്ച് കലൂർ മുതൽ അങ്ങോട്ട്. ഒരിഞ്ച് നീങ്ങാതെ ഇഴഞ്ഞിഴഞ്ഞ് വെയിലത്ത് പൊരിഞ്ഞ്. പെട്രോൾ എത്രയാ കത്തിത്തീരുക? കമ്പാരിറ്റീവ്ലി ബെറ്റർ ബസ്സാ. അതാകുമ്പോൾ വെയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു മേൽക്കൂരയുണ്ടല്ലോ. ഗാഥ കേട്ട് നിന്നു. പിന്നെ ഗ്ലാസ് വാങ്ങി തിരികെ നടക്കുമ്പോൾ പറഞ്ഞു, ഞാൻ ബസ്സിൽ പോയിക്കോളാം. അതാ പ്രാക്ടിക്കൽ. ഗാഥ അടുക്കളയിലേക്ക് ചെന്നു. കിരണിനോടൊപ്പമുള്ള ഇത്രയും ദിവസങ്ങൾക്കകം കേൾക്കുന്ന ഓരോ അഭിപ്രായവും നിർദ്ദേശവും വിചിത്രമാണെന്ന് മനസ്സിലാക്കുകയായിരുന്നു അവൾ. ജലത്തിനടിയിലെ വസ്തു മെല്ലെ തെളിഞ്ഞു വരുമ്പോഴേ പ്രകടമാകുന്ന സത്വം. എത്ര പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടും ഗൗതം രാഘവൻ്റെ നോവലിലെ ഒരു രംഗം ഓർമ്മയിലേക്ക് ഇടിച്ചു കയറി വന്നു. 9-ാം അധ്യായം. ശാരീരിക ബന്ധത്തിന് ശേഷം നെഞ്ചിൽ മയക്കത്തിൽ ആണ്ടുകിടന്ന കാമുകിയെ മാനസിയെ തട്ടി വിളിച്ച് ഗിരിധർ ചോദിക്കുന്നു, നിന്റെ FDയിൽ എത്രയുണ്ടെന്നാ പറഞ്ഞത്? 60,000-ഓ 70,000-ഓ? ഇന്ന് വിവാഹം കഴിഞ്ഞ് 5 ദിവസമേ ആയിട്ടുള്ളൂ. ഗാഥ ഓർത്തു. അതിനുള്ളിൽ 2 പേരുടെയും ബന്ധത്തിൽ ട്രാഫിക് ബ്ലോക്കും തീവെയിലും പെട്രോളും പ്രായോഗികതയും ഇടപെടുന്നു. യുക്തിപൂർവമുള്ള കണക്കുകൂട്ടലുകൾ. അങ്ങനെയൊരു കാൽക്കുലേറ്റർ മനസ്സുമായി മുൻ പരിചയമില്ലാത്തതിനാൽ ഒരു വല്ലായ്ക. ഒരു പക്ഷേ തൻ്റെ ജീവിതത്തിൽ തെറ്റിയ കണക്കുകൾ മാത്രമായതുകൊണ്ടാവാം. റിംഗ് കേട്ടതും ഗാഥ മൊബൈൽ ഫോൺ ചെന്നെടുത്തു. സ്ക്രീനിൽ രേഖയുടെ പേര്. സംസാരിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. മനസ്സ് കയ്പ് പുരണ്ട നിരയിലാണ്. ഇപ്പോൾ സംസാരിച്ചാൽ അഭിനയിക്കേണ്ടി വരും. അവൾ 100-ൽ 100 മാർക്കിട്ട് തന്ന പുരുഷനോടൊപ്പമുള്ള ജീവിതത്തെപ്പറ്റി സുഖാന്വേഷണമുണ്ടാവും. ഹലോ, നീ എന്താ ആ പരിസരത്തൊന്നും ഇല്ലേ? അതോ രണ്ടാളും കൂടി? വാചകം ഒഴിപ്പിക്കാത്ത രേഖ അർത്ഥം വെച്ച് ചിരിച്ചു. ആ അർത്ഥത്തെ നിരർത്ഥകമാക്കിക്കൊണ്ട് ഗാഥ പറഞ്ഞു, ഒരാൾ പുറത്ത് കാർ കഴുകുന്നു, മറ്റേയാൾ ഇവിടെ അടുക്കളയിൽ. അല്ല, ഹണിമൂൺ ഡേയ്സ് ആയതുകൊണ്ട് സംശയിച്ചതാണേ. അതിരിക്കട്ടെ, എന്തു പറയുന്നിപ്പോൾ? ലൈഫാകെ ചേഞ്ചായില്ലേ? നിന്റെ സാഹിത്യഭാഷയിൽ പറഞ്ഞാൽ മഴക്കാറ് നീങ്ങി മാനം തെളിഞ്ഞില്ലേ?
ഉവ്വ്, ഞാനടക്കമുള്ളവരുടെ പ്രവചനം സത്യമായെന്ന് തെളിഞ്ഞില്ലേ? തെളിഞ്ഞു. ആളെങ്ങനെ? പെണ്ണു കാണൽ ദിവസം തോന്നിയത് ലേശം സീരിയസ് ആണെന്നാ? അങ്ങനെ തന്നെയാണോ? അതോ വെറുതെ വെയിറ്റിട്ടതായിരുന്നോ നിന്നെ ഇംപ്രസ് ചെയ്യാൻ? ഒരഭിനയം? കുറച്ചൊക്കെ. എന്നുവെച്ചാൽ തമാശയൊക്കെ പറയുമോ? പറയും. ഇത്തിരി മുമ്പ് കൂടി ഒരു തമാശ പറഞ്ഞതേയുള്ളൂ. വെരി ഗുഡ്. എനിക്ക് സമാധാനമായി മോളെ. നീ നിന്റെ ഉള്ളിൽ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുന്ന ആ പഴയ ബഹളക്കാരി ഇനി പുറത്തു വരുമല്ലോ. ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ലോട്ടറി എന്താണെന്ന് അറിയോ നിനക്ക്? ഇല്ല. അവളെ ഇഷ്ടങ്ങൾ അറിയുന്നൊരു ഭർത്താവ്. ഈഗോ കോംപ്ലക്സ് ഒന്നുമില്ലാത്ത, സ്വന്തം അഭിപ്രായം അടിച്ചേൽപ്പിക്കാത്തൊരു ഭർത്താവ്. ദൈവാനുഗ്രഹത്താൽ എനിക്കത് കിട്ടി. നിനക്കും അത് കിട്ടണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അത് ഫലിച്ചല്ലോ. അതിരിക്കട്ടെ, ഇന്ന് നിങ്ങൾക്ക് ഔട്ടിംഗ് പ്ലാൻ വല്ലതും ഉണ്ടോ? ഇല്ല. എന്താ ചോദിച്ചത്? വിനിയേട്ടനെ ഞാനിന്ന് കുടുക്കിട്ട് പിടിച്ചിട്ടുണ്ട്. സൺഡേയും പുള്ളിക്കാരന് മാത്രം വർക്കിംഗ് ഡേ ആണെന്ന് നിനക്കറിയാലോ. പത്രം ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഉച്ചയോടെ തീർത്തേക്കണമെന്ന് മുന്നറിയിപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തിന്? വേറെന്തിന് നിന്റെ വീട്ടിലേക്ക് വരാൻ? ഗാഥ ഒന്ന് പതറി. ഫോൺ സംസാരത്തിൽ മുഖം കാണണ്ട എന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് തൻ്റെ മുഖത്തെ ഈ വിളർച്ച രേഖ കാണുന്നില്ല. പക്ഷേ അവൾ നേരിട്ടെത്തിയാൽ സന്തുഷ്ടമായ മധുവിധ ജീവിതം നടിക്കാനാകുമോ തനിക്ക്? അവൾ പ്രതീക്ഷിക്കുന്നൊരു സ്വാഗതം കൊടുക്കാനായേക്കുമോ? എന്താ ഒരു സൈലൻസ്? നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് വന്ന് കയറല്ലേ എന്ന് പറയാനുള്ള ആലോചനയാണോ? അതിൽ കുറഞ്ഞുള്ള സ്വകാര്യതയൊക്കെ മതിയടി. ഏറിയാൽ 1 മണിക്കൂർ. അത് കഴിഞ്ഞാൽ ഈ കട്ടുറുമ്പുകൾ സ്ഥലം വിട്ടേക്കാം. പോരെ? ഇപ്പം തന്നെ ഇൻഫോം ചെയ്തേക്ക് നിന്റെ എഞ്ചിനീയറെ. പിന്നെ ചായൽ സൽക്കാരം എത്ര ഗ്രാൻഡാവുന്നതിലും എനിക്കെതിർപ്പില്ല കേട്ടോ. അവിടെ സംഭാഷണം അവസാനിച്ചു. ആരായിരുന്നു ഫോണിൽ? കുളി കഴിഞ്ഞ് ബാത്റൂമിന് പുറത്തേക്ക് വന്ന കിരൺ ചോദിച്ചു. രേഖ. ആ ഫ്രണ്ട് അല്ലേ? അതെ. പ്രാർത്ഥനയ്ക്ക് കിരൺ ഡ്രസ് മാറി പുറത്തേക്ക് ഇറങ്ങിയതും ഗാഥ പിന്നാലെ ചെന്നു. എങ്ങോട്ട് പോകുന്നു എന്ന് പറയുമെന്ന് അവൾ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. പോയിട്ട് ഉച്ചയ്ക്ക് മുമ്പ് വരുമോ? എന്താ ചോദിക്കാൻ? ഉച്ച കഴിഞ്ഞ് രേഖയും വിനയൻ സാറും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിനയൻ ആ പത്രക്കാരനല്ലേ? അതെ, അക്ഷരം വീക്കിലിയുടെ എഡിറ്റർ. ആ ഫാമിലിയുമായി നീ വളരെ ക്ലോസ് ആണ് അല്ലേ? രേഖ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്കന്നേ തോന്നി. അല്ലെങ്കിൽ പെണ്ണുകാണൽ ചടങ്ങിന് നിന്റെ അച്ഛൻ്റെ അടുത്ത കസേരയിൽ അയാളും ഉണ്ടാകില്ലല്ലോ. കുട്ടിക്കാലം മുതൽ ഞങ്ങൾ ഒന്നിച്ചാണ്. അയാളും നീയുമോ? അല്ല, ഞാനും രേഖയും. കിരൺ ബൈക്ക് സൈഡ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമ്പോൾ മടിച്ച് ഗാഥ ചോദിച്ചു. അടുത്ത എവിടേക്കെങ്കിലുമാണോ? സിറ്റിയിലേക്കാണ്. ഉച്ചയ്ക്ക് മുമ്പ് വരില്ലേ? അറക്കൽ ജിമ്മിച്ചനെന്നൊരു സുഹൃത്തുണ്ട്. അത്യാവശ്യമായി അയാളെ ഒന്ന് കാണണം. ഒഫീഷ്യൽ മാറ്റർ. കിരണേട്ടനെയും കാണാനാണ് അവർ വരുന്നത്. വരുമ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ? ഉച്ച കഴിഞ്ഞല്ലേ ഞാനെത്താം. കിരൺ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ബൈക്ക് അകന്നു മറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രേഖയുടെ കോൾ വീണ്ടും വന്നു. കൃത്യം 3:30-ക്കെത്തും. 2 പ്രോഗ്രാമുകൾ വിനയൻ ഈ വരവിന് വേണ്ടി ഒഴിവാക്കി. സമയം 2 പക്ഷേ കിരൺ എത്തിയില്ല. ഗാഥയുടെ മനസ്സ് പിടഞ്ഞു. മുൻകൂട്ടി വിളിച്ചറിയിച്ചിട്ടും കിരൺ സ്ഥലത്തില്ലാതിരുന്നാൽ അവരെന്ത് കരുതും? മനഃപൂർവ്വം മറിഞ്ഞു കളഞ്ഞതാണെന്ന് തോന്നില്ലേ? ക്ലോക്ക് അറിയിച്ചു 2:15. ഗാഥ ഫോണെടുത്ത് കിരണിനെ വിളിച്ചു. മറുപടി വന്നു. ഓർമ്മയുണ്ട്. അവർ 3:30-ക്കെത്തും. അരമണിക്കൂറിനകം വരാം. എവിടെയാണ്? വരാമെന്ന് പറഞ്ഞല്ലോ. വാക്കുകൾ വ്യക്തത കുറഞ്ഞതായി ഗാഥയ്ക്ക് തോന്നി. ചില അക്ഷരങ്ങൾ മങ്ങുന്നു. എവിടെയോ മുങ്ങിപ്പോകുന്നു. 2:30 ആയതോടെ അവളുടെ ഉത്കണ്ഠയേറി. മറന്നു പോയിരിക്കുമോ? ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനായി മൊബൈൽ എടുത്തെങ്കിലും വിളിക്കാൻ മടിച്ചു. 2:40. ക്ലോക്ക് അവളെ അസ്വസ്ഥയാക്കാൻ തുടങ്ങി. ഒടുവിൽ ഉത്കണ്ഠയുടെ പാരമ്യത്തിൽ അവൾ നിൽക്കവേ അയാളെത്തി. സമയം 3 കഴിഞ്ഞിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഗാഥയ്ക്ക് വ്യക്തമായി. നന്നേ കുടിച്ചിരിക്കുന്നു. കലങ്ങിയ കണ്ണുകൾ. സമയം കറക്റ്റല്ലേ? വാതിൽപ്പാളിയിൽ പിടിച്ചു നിന്ന് അവളെ ഉറ്റുനോക്കി അയാൾ ചോദിച്ചു. എന്താ മുഖത്തൊരു പിരിമുറുക്കം? അവരിപ്പോഴെത്തും. എത്തിക്കോട്ടെ. ഈ അവസ്ഥയിൽ? ഏതവസ്ഥയിൽ? ഗാഥ മറുപടി പറഞ്ഞില്ല. അവൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അവർ വരാതിരിക്കണേ. ഏതവസ്ഥയിലാണെന്ന്? മറ്റുള്ളവർക്ക് വേണ്ടി ഒരവസ്ഥ. അത് കിരണിനില്ല. എനിക്കെൻ്റെ അവസ്ഥ. അതിലേക്ക് മറ്റുള്ളവർ അഡ്ജസ്റ്റ് ചെയ്യുക. അവർ എന്ത് വിചാരിക്കും? നിന്റെ ഭർത്താവ് അത്യാവശ്യം മദ്യപിക്കുന്ന ആണെന്ന് വിചാരിക്കാം. ലെറ്റ് ദം. എനിക്ക് ഒബ്ജക്ഷൻ ഇല്ല. ആരാ മദ്യപിക്കാത്തത്? നിന്റെ വീട്ടിൽ തന്നെ ഒരാളില്ലേ? എക്സാമ്പിൾ. പിന്നെ നിന്റെ കൂട്ടുകാരുടെ ഭർത്താവ് പത്രക്കാരനല്ലേ? അദ്ദേഹം പാല് മാത്രമാണ് കഴിക്കുക. കിരൺ അകത്തേക്ക് വന്നു. സോഫയുടെ തലപ്പിൽ ചാരി നിന്ന് ഗാഥയെ അടിമുടി നോക്കി. ചുണ്ടിലൊരു പ്രത്യേക ചിരി പരന്നു. ചുണ്ടിന് മേൽ നാവ് സഞ്ചരിച്ചു.
നന്നായി ഒരുങ്ങിയിട്ടുണ്ടല്ലോ. യു ലുക്ക് സെക്സി. അടുത്ത് വാ. കിരൺ കൈനീട്ടി. അയാളുടെ കണ്ണിലും ചിരിയിലും വികാരം ചുരമാന്തുന്നത് ഗാഥ കണ്ടു. അവൾ വിരണ്ടു. ദൈവമേ, ഈ നേരത്ത് ഇതെന്തിനുള്ള ഭാവമാണ്? അവൾ അനങ്ങുന്നില്ലെന്ന് കണ്ടതും കിരൺ മുന്നോട്ട് ചെന്നു അവളുടെ തോളിൽ പിടിച്ചു. വിളിച്ചാ വരില്ലേ നീ? ഒബീഡിയൻസ്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മറന്നുപോയോ? വേണ്ട, ഇപ്പോൾ വേണ്ട. വേണമെന്ന് എനിക്ക് തോന്നുന്നു. അവരെത്താറായി. അവത് പ്രധാനമല്ല. അരുത്, ദയവ് ചെയ്തിപ്പോൾ. ഇപ്പോഴെനിക്ക് മൂഡ്. വാ, കമോൺ. തോളിലെ പിടുത്തം ശക്തമായി. എന്തായി കാട്ടുന്നത്? വിടൂ. അവൾ പിന്നോട്ട് മാറാൻ ശ്രമിച്ചതും ഇരട്ടി ശക്തിയിൽ കിരൺ അവളെ വലിച്ചടിപ്പിച്ചു. പിന്നെ 2 കൈകൾ കൊണ്ടും ചുറ്റിപ്പിടിച്ച് സ്വന്തം ദേഹത്തിൽ അമർത്തി. മുഖം മുഖത്തോട് അടുപ്പിച്ചതും ഗാഥയ്ക്ക് ഓക്കാനിക്കാൻ തോന്നി. അരക്കെട്ടിലെ കൈ ചുറ്റി വിടുവിക്കാനുള്ള അവളുടെ ശ്രമം വൃഥാവിലായി. എന്നിട്ടും അവൾ പൊരുതി. അതോടെ കിരണിൻ്റെ വാശിയും ഇരട്ടിയായി. തലച്ചോറിലേക്ക് പണ്ടൊരു ജോലിക്കാരി പെണ്ണ് ഇതേപോലെ കിടന്നു കുതറിയത് ഓർമ്മ വന്നു. ആ ഓർമ്മ കൈകൾക്ക് കൂടുതൽ കരുത്ത് നൽകി. ഒടുവിൽ വേട്ടയാടി കിട്ടിയ